അച്ഛന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് പറട്ടെ, മുന്നോട്ട് നീങ്ങിക്കോളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ കാണാനല്ലേ നമ്മുടെ മിറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ല അച്ഛാ, അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വട്ടായി പോയ ഒരാളാണ് രേണുസുതി. ഇവരെ കുറിച്ച് നമ്മൾ വീഡിയോ ഇടലെ നിർത്തിയതാണ്. കാരണം നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ആയി ബിഗ് ബോസ് വീടിനുള്ളിൽ പോയി അവിടെ പോയി പേരെ പിറക്കിക്കൊണ്ട് ഇരുന്ന് ഒടുവിൽ ലാലേട്ടൻ തന്നെ പിടിച്ച് അടിച്ച് പുറത്താക്കിയ ഒരാളാണ് ഈ രേണുസുതി. എന്നിട്ട് വെളിയിൽ വന്ന് വലിയ രീതിയിലുള്ള വാർത്താളം അടിച്ചിങ്ങനെ നിന്നപ്പോഴും പോലും നമ്മൾ ഇവരെ കുറിച്ച് കൂടുതലായിട്ട് കണ്ടിട്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം ഇതേതേലും വഴിക്ക് എങ്ങനെയും ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ പിന്നെയും തുടങ്ങിയിരിക്കുകയാണ് ഇളക്കം. ആ ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭൂമി കൊടുത്ത ആ ബിഷപ്പിനെതിരെയാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. കൂട്ടിന് ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള മറ്റേ ചേച്ചിയുമുണ്ട്. ഈ ചേച്ചിയെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയതാണ് ഇവരുടെ പാടിന് ജീവിച്ചു പോട്ട് ഇവരെന്തെങ്കിലും കാണിക്കട്ടെന്ന്. പക്ഷെ ഇവര് സ്വയം തൊഴിൽ കണ്ടെത്തി ഇവർ ജീവിക്കുകയല്ല. അതിലൂടെ ഇവർക്ക് ഭൂമി കൊടുത്തവരെയും ഇവർക്ക് വീട് വെച്ച് കൊടുത്തവരെയും എല്ലാം ഇവർ അധിക്ഷേപിക്കുകയാണ്. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇവര് ഈ പറയുന്ന ഫിറോസിനെ ആയിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ വീടുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു. ഇപ്പോഴിതാ ബിഷപ്പിനെ പിന്നെയും എടുത്തിട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹം കൊടുത്ത പറമ്പിൽ കയറി ഇരുന്ന് തൂറി ആ തൂറിയ തീട്ടം കൊണ്ടെടുത്ത് ഈ പറയുന്ന മനുഷ്യനെ എടുത്ത് എറിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സഹിക്കുമോ എന്റെ പൊന്നു പ്രേക്ഷകരെ?